കണ്ടൽ സംരക്ഷണം ജീവിതവ്രതമാക്കിയ ഒരാളുണ്ട് കണ്ണൂരിൽ. കണ്ടൽ സംരക്ഷണത്തിന്റെ പേരിൽ കിട്ടുന്ന എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല ഈ പ്രവൃത്തി എന്നത് കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് പഴയങ്ങാടിയിലെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മഹത്വമേറുന്നത്. താപം പാറയിൽ രാജന്റെ ലോകം ചെറുതാണ്. ഈ പുഴയും തീരത്തെ കണ്ടൽക്കാടും മാത്രം. അതിനപ്പുറത്തേക്ക് രാജന്റെ മനസ്സ് ഒരിക്കൽ പോലും പോയിട്ടില്ല. പ്രകൃതിയുമായി അത്രയ്ക്ക് ഇഴകിച്ചേർന്നിട്ടുണ്ട് ഈ മത്സ്യത്തൊഴിലാളി. പുഴയോടുള്ള സ്നേഹമേറിയപ്പോൾ പഠനം 5ാം ക്ലാസ്സിലൊതുങ്ങി. പിന്നെ പഴയങ്ങാടി പുഴയിലായി ജീവിതം. ചെറുതോണിയിൽ ഓളങ്ങൾ കീറിമുറിച്ച് കണ്ടൽക്കാടുകൾക്കിടയിലൂടെ മത്സ്യങ്ങളെ തേടിയിറങ്ങും. പുസ്തകങ്ങളിലൊന്നും കിട്ടാത്ത പഠനം രാജൻ തുടങ്ങിയതും ഈ യാത്രയിൽ നിന്നാണ്. കണ്ടൽക്കാടുകൾക്കിടയിൽ മത്സ്യസമ്പത്ത് ഏറെയുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ രാജൻ കണ്ടലുകളെയും സ്നേഹിച്ചു തുടങ്ങി. അങ്ങനെ പുഴയോരത്തെല്ലാം കണ്ടൽ വെച്ച് പിടിപ്പിച്ചു. ഒപ്പം മത്സ്യങ്ങളെയും തേടി. ഇന്നിപ്പോൾ ഇവിടെ കാണുന്ന കണ്ടൽ ചെടികളിലേറെയും ഈ മനുഷ്യൻ വെച്ചുപിടിപ്പിച്ചതാണ്. അതിലൊതുങ്ങുന്നു രാജന്റെ ആഗ്രഹങ്ങളും. ഇന്ന് നമ്മൾ ഈ കാണുന്ന പച്ചകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുഴയോരങ്ങളിൽ കണ്ടൽ വെച്ചുപിടിപ്പിക്കുകയെന്നാണ്. നിങ്ങൾക്ക് വേറെ എവിടെയും നമുക്കിപ്പം വെച്ചുപിടിപ്പിക്കാനില്ല, പുറമ്പോക്ക് സ്ഥലങ്ങൾ ഇല്ല. കണ്ടലിനെ വളർത്തിയെടുക്കലാണ് എൻ്റെ ആഗ്രഹം. കണ്ടൽ ചിലയിടത്ത് ചിലർ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പുഴയുടെയും പച്ചപ്പിന്റെയും കാവലാളായി രാജനുണ്ട്.